Wedding Collections, the classic bridal world. 5.5 പതിറ്റാണ്ടായി നഗരത്തിന്റെ മാലിന്യം ഏറ്റുവാങ്ങുന്ന വളക്കുഴി ഡംപിംഗ് യാർഡിന് പുതിയ മുഖം നൽകാൻ ഒരുങ്ങി മൂവാറ്റുപുഴ നഗരസഭ. ഏപ്രിൽ ആദ്യവാരത്തോടെ ബയോമൈനിംഗ് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിവരുന്നത്. ഇതിനായി നാഗ്പൂർ ആസ്ഥാനമായുള്ള കമ്പനിയുമായി കരാറും ഒപ്പിട്ടു കഴിഞ്ഞു. 5.5 പതിറ്റാണ്ടായി നഗരത്തിന്റെ മാലിന്യം ഏറ്റുവാങ്ങുന്ന വളക്കുഴി ഡംപിംഗ് യാർഡിന് പുതിയ മുഖം നൽകാനൊരുങ്ങുകയാണ് നഗരസഭ. ഏപ്രിൽ ആദ്യവാരത്തോടെ ബയോമൈനിംഗ് ആരംഭിക്കും. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി പ്രകാരം ബയോമൈനിങ്ങിനായി 10,82 ലക്ഷം രൂപ അനുവദിച്ചു. നാഗ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന SMS ലിമിറ്റഡുമായി ഇത് സംബന്ധിച്ച കരാർ ഒപ്പിട്ടു. 4.5 ഏക്കർ വരുന്ന വളക്കുഴി ഡംപിംഗ് യാർഡ് 1965 മുതലാണ് നഗരസഭ മാലിന്യം നിക്ഷേപിച്ചു തുടങ്ങിയത്. 57 വർഷം പിന്നിടുമ്പോൾ ഇവിടെ വൻ മാലിന്യശേഖരമാണുള്ളത്. വേനൽ ആരംഭിക്കുമ്പോഴുണ്ടാകുന്ന അഗ്നിബാധ ആഴ്ചകളോളം നീണ്ടുനിൽക്കുന്ന സ്ഥിതി ഉണ്ടാകാറുണ്ട്. മാലിന്യം കത്തുന്നതോടെ ഉണ്ടാകുന്ന വിഷപ്പുക പരിസരവാസികളുടെ ആരോഗ്യത്തെയും ബാധിച്ചിരുന്നു. മഴ ആരംഭിക്കുന്നതോടെ ഈച്ച, കൊതുക് എന്നിവയുടെ ശല്യം വർദ്ധിക്കുകയും അസഹനീയമായ ദുർഗന്ധം വമിക്കുകയും ചെയ്യും. വളക്കുഴിക്ക് സമീപത്തായി താമസിക്കുന്ന 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഇത് ദുരിതം വിതച്ചിരുന്നു. ബയോമൈനിങ്ങിലൂടെ പതിറ്റാണ്ടുകളായി നിക്ഷേപിച്ചു വന്ന മാലിന്യം നീക്കം ചെയ്യുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. A1 Textiles, Nehru Park, മൂവാറ്റുപുഴ.